ലോകകപ്പിന്റെ ആവേശമൊക്കെ കഴിഞ്ഞു. ഏറ്റവും ഒടുക്കം അർജന്റീനയ്ക്കെതിരെ ഒരു ഗോളിന് സ്പെയിൻ ജയിച്ചു കയറിയത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ലോകകപ്പ് ഫുട്ബോൾ കിരീടം ചൂടിയ സ്പെയിൻ ടീമിന് ട്രോഫി കൈമാറുന്ന വേദിയിൽ അപ്രതീക്ഷിതവും കൗതുകരവുമായ നാടകീയ രംഗങ്ങൾക്ക് വേദിയായതാണ് ഇപ്പോൾ ചർച്ചയാവുന്നത്. ചരിത്ര വിജയത്തിനു ശേഷം ട്രോഫി ഏറ്റുവാങ്ങിയിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വേദിയിൽ തന്നെ തുടർന്നത് സ്പാനിഷ് താരങ്ങളെയും ഫിഫ അധികൃതരെയും ഒരുപോലെ കടുത്ത അങ്കലാപ്പിലാഴ്ത്തി. സാധാരണഗതിയിൽ ട്രോഫി വാങ്ങുന്നു, അതിനുശേഷം ജയിച്ച ടീമിന്റെ ആഹ്ലാദ പ്രകടനമൊക്കെയാണ് നടക്കാറുള്ളത്. ട്രോഫി നൽകുന്നയാളുകളും അധികൃതരുമൊക്കെ അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് പതിവ്. എന്നാൽ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ നടന്ന ആവേശകരമായ ഫൈനൽ പോരാട്ടത്തിൽ അധിക സമയത്ത് അർജന്റീനയെ മറുപടിയില്ലാത്തൊരു ഗോളിന് തകർത്താണ് സ്പെയിൻ ലോക കിരീടത്തിൽ മുത്തമിട്ടത്. എന്നാൽ മത്സരശേഷം നടന്ന സമ്മാനദാന ചടങ്ങിന്റെ തുടക്കം മുതൽ തന്നെ കാണികളുടെ ഭാഗത്ത് നിന്ന് കടുത്ത പ്രതിഷേധവും കൂവലുമൊക്കെ ഉയർന്നു. വിജയികൾക്കുള്ള മെഡലുകൾ സമ്മാനിക്കുന്നതിനായി ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോയ്ക്കൊപ്പം ഡൊണാൾഡ് ട്രംപ് മൈതാനത്തേക്ക് പ്രവേശിച്ചപ്പോൾ സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടി വലിയൊരു വിഭാഗം കാണികൾ ഉച്ചത്തിൽ കൂവാനും വിസിലടിക്കാനും തുടങ്ങി. ഈ സമയം സ്റ്റേഡിയത്തിൽ പ്ലേ ചെയ്ത ഔദ്യോഗിക സംഗീതം പോലും കാണികളുടെ കടുത്ത കൂവലിൽ മുങ്ങിപ്പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. തുടർന്ന് ട്രംപും ഇൻഫാന്റോനിയും ചേർന്ന് ഫിഫ ലോകകപ്പ് ട്രോഫി സ്പാനിഷ് ക്യാപ്റ്റൻ റോഡ്രിക്ക് കൈമാറി. എന്നാൽ ട്രോഫി നൽകിയതിനു ശേഷം സാധാരണയായി ലോക നേതാക്കൾ ക്യാമറ കണ്ണുകളിൽ നിന്നും വിട്ടുമാറി നിൽക്കാറാണ് പതിവെങ്കിലും ട്രംപ് പോഡിയത്തിന്റെ മധ്യത്തിൽ തന്നെ നിലയുറപ്പിക്കുകയായിരുന്നു. സ്പാനിഷ് താരങ്ങൾ ക്യാപ്റ്റന് ചുറ്റും കൂടി തങ്ങളുടെ ചരിത്ര നിമിഷം കപ്പുയർത്തി ആഘോഷിക്കാൻ തുടങ്ങിയപ്പോഴും ട്രംപ് അവർക്കിടയിൽ തന്നെ നിന്നു. ഇതോടെ ട്രോഫി വായുവിൽ ഉയർത്താനാവാതെ സ്പാനിഷ് ക്യാപ്റ്റനും ടീം അംഗങ്ങളും അക്ഷമരായി നടുവിൽ നിൽക്കേണ്ടി വന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഈ നാട്ടിൻ പുറത്തെ കല്യാണ വീട്ടിൽ എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ കയറി നിൽക്കുന്ന, എന്നാൽ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലാത്ത ചില അമ്മാവന്മാരെ പോലെയാണ് ട്രംപ് ലോകകപ്പ് വേദിയിൽ പെരുമാറിയതെന്നാണ് ഈ വിഷയത്തിൽ കമന്റിൽ മലയാളികൾ അഭിപ്രായ പ്രകടനം നടത്തുന്നത്. എന്തായാലും രംഗം വഷളാകുന്നെന്ന് മനസ്സിലാക്കിയ ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ ഉടൻ തന്നെ വിഷയത്തിൽ ഇടപെട്ടു. അദ്ദേഹം ട്രംപിന്റെ തോളിൽ തൊട്ടും ആംഗ്യത്തിലൂടെയും അരികിലേക്ക് മാറി നിൽക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഇതിനുശേഷമാണ് സ്പാനിഷ് ടീമിന് കപ്പ് വായിലുയർത്തി തങ്ങളുടെ ഔദ്യോഗിക ആഘോഷം തുടങ്ങാനായത്. എന്നാൽ ഈ ആഘോഷ സമയത്തും ട്രംപ് ടീമംഗങ്ങളുടെ തൊട്ടടുത്ത് തന്നെ നിലയുറപ്പിച്ചു. ചടങ്ങുകൾ കഴിഞ്ഞ് പോകാമെന്ന് ഇൻഫാന്റിനോ വീണ്ടും ആവശ്യപ്പെട്ടെങ്കിലും ട്രംപ് അവിടെ തന്നെ തുടരുകയായിരുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള പെരുമാറ്റം ഉണ്ടാകുന്നത് ഇത് ആദ്യമായല്ല എന്നാണ് കായിക ലോകം ചൂണ്ടിക്കാണിക്കുന്നത്. മുൻപ് ഇതേ സ്റ്റേഡിയത്തിൽ വെച്ച് തന്നെ ഫിഫ ക്ലബ് ലോകകപ്പ് ഫൈനലിലും സമാനമായ സംഭവം അരങ്ങേറിയിരുന്നു. അന്ന് ചെൽസി ടീം കിരീടവുമായി ആഘോഷിക്കുമ്പോഴും ട്രംപ് വേദി വിട്ടുമാറാതെ നിൽക്കുകയും എന്തു ചെയ്യണമെന്നറിയാതെ താരങ്ങൾ വലിയ ആശയക്കുഴപ്പത്തിലാവുകയും ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയെന്നോണമുള്ള ട്രംപിന്റെ ഇപ്പോഴത്തെ പ്രവൃത്തി അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. അതേസമയം അന്താരാഷ്ട്ര തലത്തിൽ യുദ്ധസമാനമായ സാഹചര്യങ്ങളും കടുത്ത നയതന്ത്ര പ്രതിസന്ധികളും നിലനിൽക്കെ ഫിഫ ലോകകപ്പ് വേദിയിൽ സ്പാനിഷ് ടീമിനൊപ്പം നിലയുറപ്പിച്ച ഡൊണാൾഡ് ട്രംപിന്റെ നടപടി ആഗോള രാഷ്ട്രീയത്തിന് വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. യുദ്ധകാലഘട്ടത്തിലെ നയതന്ത്ര ഭിന്നതകൾ പരിഹരിക്കാനും യൂറോപ്യൻ രാജ്യങ്ങളുമായി വീണ്ടും ഇണങ്ങാനുമുള്ള ട്രംപിന്റെ രാഷ്ട്രീയ തന്ത്രമാണിതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. എന്തായാലും ട്രംപിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും നടക്കുന്നുണ്ട്.